ഹായ് ഹലോ. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ പുതിയ ട്രെൻഡിങ് ആയി നിൽക്കുന്ന റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാനൊരു ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. പഴുത്ത് നല്ല ഒരു ഏത്തപ്പഴം എടുക്കണം, പഴുത്ത. ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇഡലി പാത്രത്തിലോട്ട് വയ്ക്കാം. ഒരാവി കയറ്റി വേവിച്ചെടുക്കാം. നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. നേന്ത്രപ്പഴമെല്ലാം വേവിച്ച് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലോട്ടിടാം. അങ്ങനെ സ്പൂൺ വെച്ചൊന്ന് നോക്കിയിട്ട് നല്ലോണം വേന്താണ്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച്. ഇനി ഇതിനകത്ത് വേണ്ടത് ജീരകം, ഏലക്ക. ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടുക, അല്ലെങ്കിൽ ഓപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഏലക്ക മാത്രം ഇടുക. ഇനി വേണ്ടത് കുറച്ച് ഉപ്പ്, ലേശം ഉപ്പിടാവും, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. നേന്ത്രപ്പഴം ഒന്ന് നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. എന്ന് വെച്ചാൽ വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി. അതിന് ഞാനൊരു 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തിടാം. എന്നിട്ട് ബാക്കി വന്ന 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ലൂസ് വേണം. സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിക്കാതെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് വേണം ഇളക്കാൻ. ഇതിനകത്തോട്ട് ഒരു സ്പൂൺ നെയ്യ് കട്ടി പിടിക്കുക. ചുറ്റും ഇളക്കി കൊടുക്കാം. ഇനി ഇതിലൊന്നും ചേർക്കാനില്ല, എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇതിങ്ങനെ ഇളക്കി കൈയെടുക്കാതെ ഇളക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിയൊന്ന് ഈ പാനിയൊന്ന് വിടിവിച്ച് വരുന്നിടം വരെ ഇളക്കണം. തീ എപ്പോഴും കുറച്ച് വേണം വയ്ക്കാൻ. ഇനി കുറച്ചുകൂടെ ഒന്നാവണം.
തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. ഇത് പാനിയിൽ നിന്ന് വിട്ട് വരണം. അങ്ങനെ നമ്മൾ കുറുക്കിയൊക്കെ വെച്ചു. ഇതിൽ നിന്നൊക്കെ വിട്ടൊക്കെ വന്ന് റെഡിയായി. ഇനി ഇത് തീയൊക്കെ ഒന്ന് നിർത്താം. ഇത് ചൂടോടെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാം. നെയ്യ് തടവി നമ്മളൊരു വട്ടപാത്രം എടുത്തേക്കുന്നത്, അതിനകത്തോട്ട് കോരി ഒഴിക്കാം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് സെറ്റായി വരാൻ വേണ്ടി ഒരു അരമണിക്കൂർ വയ്ക്കാം. നമ്മുടെ പുഡിങ് റെഡിയായി. ഏത്തപ്പഴം വെച്ചുള്ള അരിപ്പൊടിയും വെച്ചുള്ള പുഡിങ്ങാണ് റെഡിയായിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല ഗുണങ്ങളേറെ ഉള്ളതാണ്. എല്ലാവരും ഒന്ന് വീടുകളിലൊക്കെ തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും. കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ. പീസ് പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പികൾ ഇനിയും വരും. ഇപ്പം എല്ലാം ട്രെൻഡിങ്ങായി നിൽക്കുന്ന റെസിപ്പിയാണിത്. ഏത്തപ്പഴവും അരിപ്പൊടിയും വെച്ചുള്ള ഒരു റെസിപ്പിയാണിത്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്.